അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കാണാം. നമ്മുടെ മമ്പുറം മക്കാമിലെ പഴയ പള്ളി, അതായത് നിസ്കാരപ്പള്ളി, പുഴയുടെ പക്കത്തുള്ള പഴയ പള്ളി പൊളിച്ച് നന്നാക്കിയ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് 23/12/2024 ളുഹർ നമസ്കാരാനന്തരം ബഹുമാനപ്പെട്ട ഷാദിക്കലി തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മമ്പുറം മക്കാമിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പുഴയോരത്തുള്ള പഴയ നിസ്കാരപ്പള്ളി എന്നറിയപ്പെടുന്ന മുമ്പ് കാലത്ത് തങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ പള്ളിയാണ് ഇത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മമ്പുറം പോയതാണ്. അപ്പോൾ ഉദ്ഘാടനമുള്ള കാര്യം നമ്മൾ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ നമ്മൾ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. പള്ളി അതിമനോഹരമാണ്. 2 ഗ്രൗണ്ട് ഫ്ലോർ ഒഴിച്ച് മേലേക്ക് 2 നിലയുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലോറുണ്ട്. അതിന് ശേഷം താഴെ ഗ്രൗണ്ട് ഫ്ലോറും, അങ്ങനെ 3 നിലയിലായിട്ടാണ് മൊത്തം പള്ളി സജ്ജീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവിധ പുതിയ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം ലോകം വന്ന ക്ഷീണനാണെങ്കിൽ പോലും ഈ ഉദ്ഘാടന സമയത്തോട് എത്തിച്ചേർക്കാനുള്ള അതെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. നിങ്ങൾക്കെല്ലാം എല്ലാ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള കാര്യങ്ങളിലൊക്കെ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് തങ്ങൾ ഉപയോഗിച്ച പഴയ വീട് കാണാം. അതിൻ്റെ അകത്തളവും അതിൻ്റെ പരിസരവും നമുക്ക് നോക്കാം. ഇത് പുറമേ നിന്നുള്ള കാഴ്ചയാണിത്. ആ പഴയ തനിമ അതേപടി നിലനിർത്തിയിട്ടുള്ള ആ പഴയ വീട് നമുക്ക് അതേപടി കാണാം. തൊട്ടടുത്ത് പള്ളി സ്ഥിതി ചെയ്യുന്ന നേരെ മുമ്പിൽ പഴയ പള്ളി എന്നറിയപ്പെടുന്ന ഇപ്പോൾ പുതുക്കി പണിത പഴയ കാലത്തുള്ള പള്ളി. ഇത് വീടിൻ്റെ അകത്തളമാണ്. തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഏതാനും വസ്തുക്കൾ ഇവിടെ കാണാം. ചെറിയ 1-2 മുറിയും ഒരു വരാന്തയും ഉണ്ട് അകത്ത്. അതുപോലെ തന്നെ തങ്ങൾ ഉളു ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളവും അതിൻ്റെ കല്ലും ഇവിടെ കാണാം. ഈ ഭാഗത്ത് നിന്ന് കാണുന്നത്
ഈ ഭാഗത്താണ് തങ്ങൾ ഒന്നും ഉണ്ടാക്കിയിരുന്ന സ്ഥാനമാണ് ഇവിടെ ഈ കാണുന്ന ഈ കല്ലും അതിനോടനുബന്ധിച്ചുള്ള ഒരു പാത്രവും കാണാം. അതുപോലെ തന്നെ ഇവിടെ വരാന്തയാണുള്ളത്. പിന്നെ മേൽഭാഗത്ത് പഴയ കാലത്ത് തടിയിൽ നിർമ്മിച്ച മാളികപ്പുര പോലത്തെയുള്ള ഒരു ഇതുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക.